നമ്മുടെ സൈന്യത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ് റാങ്കുകൾ. ആദിമകാലം മുതൽ ഇത് പല രീതിയിൽ നിലനിന്നു. പ്രാചീന സൈന്യങ്ങളിൽ കാലാൾ, കുതിരപ്പടയാളി, രഥസൈനികൻ, വില്ലാളി തുടങ്ങി പലതായും സൈന്യം വിഭജിക്കപ്പെട്ടിരുന്നു. പ്രാചീന ഇന്ത്യൻ ഐതിഹ്യങ്ങളിൽ പോലും സൈനിക റാങ്കുകൾ കാണാം. രഥി, മഹാരഥി, അതിമഹാരഥി തുടങ്ങിയ വിശേഷണങ്ങൾ ഇന്നത്തെ സൈനിക റാങ്കുകളുടെ പ്രാചീന കാലരൂപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഇന്ത്യൻ സൈനിക റാങ്കുകൾ എത്തിയത്. ഓരോ പട്ടാളക്കാരനും ദീർഘകാലത്തെ സൈനിക സേവനത്തിൽ തങ്ങൾ നേടിയ വലിയ ബഹുമതികളായാണ് റാങ്കുകളെ കാണുന്നത്. പേരിനൊപ്പം റാങ്കുകൾ ഉപയോഗിക്കുന്നത് പട്ടാളക്കാരുടെ രീതിയാണ്. വിരമിച്ച ശേഷവും ഇതിന് മാറ്റമില്ല. കാരണം ആളുകളെ വിരമിക്കുന്നുള്ളൂ, റാങ്കുകൾ വിരമിക്കുന്നില്ല എന്നാണ് അലിഖിത സൈനിക തത്വം. കരസേനയിൽ ഒരു ഓഫീസർ ട്രെയിനിങ് കഴിഞ്ഞ് ലഫ്റ്റനന്റ് റാങ്കിലാണ് കമ്മീഷൻ ഓഫീസറായി തങ്ങളുടെ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. തുടർന്നുള്ള പ്രൊമോഷനിൽ ആ റാങ്ക് ക്യാപ്റ്റൻ ആകും, അതിനുശേഷം മേജർ, ഇതിനും ശേഷം ലഫ്റ്റനന്റ് കേണൽ, പിന്നീട് കുറച്ചു പേർക്ക് കേണൽ റാങ്ക് ലഭിക്കും. അതിനും ശേഷം പ്രൊമോഷൻ ലഭിച്ചാൽ ബ്രിഗേഡിയർ സ്ഥാനം, വീണ്ടുമുള്ള പ്രൊമോഷനിൽ മേജർ ജനറൽ, പിന്നെ ലഫ്റ്റനന്റ് ജനറൽ, പിന്നെയും പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് ജനറൽ സ്ഥാനവും. ഇത് മിക്കവാറും കരസേനാ മേധാവിക്കും സംയുക്ത സൈനിക മേധാവിക്കും ഒക്കെയാണ് ലഭിക്കുക. ഏറ്റവും ഉന്നതമായ റാങ്കുകളിൽ ഒന്നാണ് ജനറൽ. ഇതിനപ്പുറം ഒരു റാങ്ക് ഇന്ത്യൻ കരസേനയിലുണ്ട്, അതാണ് ഫീൽഡ് മാർഷൽ. KM കരിയപ്പ, സാം മനേക്ഷ എന്നീ 2 മുൻ സൈന്യാധിപന്മാർ മാത്രമാണ് ഇതുവരെ ഈ റാങ്ക് നേടിയിട്ടുള്ളത്. ഏകദേശം 120 സൈനികരടങ്ങുന്ന ഒരു സേനാ കമ്പനിയെ കമാൻഡ് ചെയ്യുന്നയാളാണ് ക്യാപ്റ്റൻ. അഡ്മിനിസ്ട്രേറ്റീവ് ദൗത്യങ്ങളിലും മറ്റു തന്ത്രപ്രധാന ദൗത്യങ്ങളും ഇവർ പങ്കെടുക്കും. പല സേനാ കമ്പനികളുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ബറ്റാലിയനിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം, വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള സംയുക്ത ദൗത്യങ്ങളുടെ സംഘാടനം തുടങ്ങിയവയാണ് മേജറിന്റെ കടമകൾ. ലഫ്റ്റനന്റ് കേണൽമാർ പലപ്പോഴും ഒരു ബറ്റാലിയനിലെ 2ാമത്തെ കമാൻഡിംഗ് ഓഫീസറാണ്. ചിലപ്പോൾ റെജിമെന്റിൽ കമാൻഡർമാരും ഇവരായിരിക്കും. ഒരു ബറ്റാലിയനെ പൂർണ്ണമായി കമാൻഡ് ചെയ്യുന്ന റാങ്കാണ് കേണൽ. ഇതിനു മുകളിലുള്ള ബ്രിഗേഡിയർ ഒരു ബ്രിഗേഡിന്റെ, അതായത് പല ബറ്റാലിയനുകളുടെ സംയുക്ത രൂപത്തെ അവിടുത്തെ കമാൻഡറാണ്. മേജർ ജനറൽ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥർ പല ബ്രിഗേഡുകൾ ഒത്തുചേർന്ന ഡിവിഷനുകളെ നിയന്ത്രിക്കുന്നവരാണ്. ലഫ്റ്റനന്റ് ജനറൽമാർ കോറുകളുടെ കമാൻഡർമാരാണ്. പല ഡിവിഷനുകൾ ഒത്തുചേർന്നതാണ് ഇവ. ഇവർ സൈനിക പദ്ധതികളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഇതിനു മുകളിൽ ജനറൽ റാങ്കുള്ളവരാണ് കരസേനാ മേധാവി, സംയുക്ത സൈനിക മേധാവി തുടങ്ങിയ സ്ഥാനങ്ങളിലെത്തുന്നത്. നാവികസേനയിലും വ്യോമസേനയിലും ക്യാപ്റ്റൻ റാങ്കുകളുണ്ട്. നാവികസേനയിലെ ക്യാപ്റ്റൻ കരസേനയിലേതു തത്തുല്യമല്ല, മറിച്ച് കേണലിന്റെ അധികാരമുള്ള റാങ്കാണ്. വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന റാങ്കുണ്ട്. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്ന ഇന്ത്യൻ യാത്രികനായ ശുഭാംശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റൻ റാങ്ക് ഉള്ളയാളാണ്. കരസേനയിലെ കേണലിന് സമാനമായ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ.